പാരാകെ കർമ്മബന്ധപ്പെടുകുഴിയിലമർത്താർത്തനായി അന്ധനായിട്ടാരാലും രക്ഷ കൈവന്നിടുവതിനെളുതല്ലെന്നിടത്തെത്തി നിൽക്കേ ഓർക്കാതിന്നോടിയെത്തി അഖില ജനനിയാം നിൻപദ ശ്രേണി തന്നിൽ മാതാവേ കാത്തുരക്ഷിക്കുക കഴലിണയിൽ ക്ഷീണനായി വീണൊരെന്നെ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. സപ്തമസ്കന്ധം 40-ാമത്തെ അധ്യായമാണ്. ദേവി പൂജാവിധികളെ പറയുന്നതായിട്ടുള്ള ഭാഗങ്ങളെയാണ് അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ട് ഷോഡശോപചാര പൂജ എന്നൊക്കെ പറയും. 16 വിധത്തിലുള്ള ഉപചാരങ്ങളോടുകൂടി ചെയ്യുന്നതായിട്ടുള്ള ദേവനായാലും ദേവിക്കായാലും അതിനെയാണ് ഷോഡശോപചാര പൂജ എന്നൊക്കെ പറയണത്. അതായത് ആ ദേവിയുടെ ആവാഹനം അല്ലെങ്കിൽ ദേവൻ്റെ ആവാഹനം മുതൽ ഉദ്വാഹനം വരെയുള്ള ഭാഗങ്ങൾ 16 തിരിച്ച് 16 വിധത്തിൽ ചെയ്യുന്ന പൂജകളൊക്കെയാണ് ഷോഡശോപചാര പൂജകൾ. വേദ പുരാണങ്ങളൊക്കെ പഠിക്കുക. അപ്പം നമ്മൾ സാധാരണ ചിലപ്പോൾ ആലോചിക്കും, ദേവിയുടെ അമ്പലത്തിൽ എന്താ ഭാഗവത പുരാണം അല്ലെങ്കിൽ ശിവപുരാണം പഠിക്കേണ്ട ആവശ്യമുള്ളത്? ഇല്ല എന്നുണ്ടെങ്കിൽ വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ എന്തിനാ ദേവി ഭാഗവതം പഠിക്കണത്? അവിടെ വിഷ്ണു പുരാണമല്ലേ പഠിക്കേണ്ടത്? ഇല്ല എന്നുണ്ടെങ്കിൽ ഭാഗവത മഹാപുരാണമല്ലേ പഠിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് തോന്നും. അതാണ് ഇവിടെ പറഞ്ഞത്. ഏത് പുരാണങ്ങളാണെങ്കിലും ശാസ്ത്രമാണെങ്കിലും അതിൻ്റെയൊക്കെ ഉള്ളടക്കം ആ ബ്രഹ്മം തന്നെയാണ്, ഒന്നു തന്നെയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ആ ബ്രഹ്മം തന്നെയാണ് ഈ ശക്തികളെല്ലാം തന്നെ, ആ ബ്രഹ്മത്തിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്തൊക്കെ നമ്മൾ പഠിച്ചാലും പൂജിച്ചാലും ചെയ്താലും ഒക്കെ ആ ബ്രഹ്മത്തിലേക്ക് തന്നെ എത്തണം. അത് കാരണം കൊണ്ട് അവിടെ നമുക്ക് അങ്ങനെ ഒരു അജ്ഞത അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവേണ്ടതായിട്ടുള്ള കാര്യമില്ല. ആകാശാൽ പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാര കേശവം പ്രതിഗച്ഛതി എന്നും പറയുന്നുണ്ട്. അപ്പോൾ ആരെ എങ്ങനെ ഏത് വിധത്തിൽ പൂജിച്ചാലും എന്തൊക്കെ ചെയ്താലും കേശവം പ്രതിഗച്ഛതി, ഭഗവാനിലേക്ക് എത്തുന്നു. ഇവിടെ കേശവം എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രഹ്മം എന്ന് എടുക്കാം, ബ്രഹ്മത്തിലേക്ക് തന്നെ എത്തിച്ചേരുന്നത്. അപ്പം അതുകൊണ്ട് ഇതെല്ലാം ചെയ്യണം എന്ന് പറയാണ്. സ്വന്തം ദേഹം ഉൾപ്പെടെ സകലതും നിത്യവും അർപ്പിക്കണം. അതാണ് നമ്മൾ ആത്മസമർപ്പണം എന്നുള്ള നിലയ്ക്ക് നമ്മൾ അവസാനം നമസ്കരിക്കുന്നുണ്ട്, ഇല്ലേ? ദണ്ഡ നമസ്കാരം എന്ന് പറയും. അപ്പോൾ പുരുഷന്മാരൊക്കെ ദണ്ഡ നമസ്കാരമാണ് ചെയ്യുന്നത്. നീണ്ടു നിവർന്ന് ശിരസ് പാദങ്ങളിൽ വെക്കുന്നതായി വെച്ചുകൊണ്ട് കൈകളെ കൂപ്പിക്കൊണ്ട് നീണ്ടു നിവർന്ന് നമസ്കരിക്കുക. സ്ത്രീകൾ അർദ്ധദണ്ഡമാണ് ചെയ്യുന്നത്, നീണ്ടു നിവർന്ന് നമസ്കരിക്കാറില്ല. എന്തായാലും അങ്ങനെ നമ്മൾ നമസ്കരിക്കുക എന്നുള്ളത് നമ്മുടെ ആത്മസമർപ്പണമാണ്. അതായത് എല്ലാവിധ പൂജകളും എല്ലാം ചെയ്തതിന് ശേഷം നമ്മളെ തന്നെ നമ്മൾ സമർപ്പിക്കുക എന്നർത്ഥം. അങ്ങനെ നമസ്കരിക്കണം. പിന്നീട് പതിവായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഹോമങ്ങളൊക്കെ ചെയ്യണം. ബ്രാഹ്മണരെ സുവാസിനികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ സുമംഗലിയായിട്ടുള്ള സ്ത്രീകളെ, വടുക്കളെ, അതായത് ബ്രഹ്മചാരികളെ എല്ലാം ദേവീസങ്കല്പത്തിൽ സ്വീകരിച്ചിരുത്തി പാദപൂജ ചെയ്ത് അവരെയെല്ലാം നമസ്കരിച്ച് അവർക്ക് ശക്തിക്കൊത്തവണ്ണം വസ്ത്രം കൊടുക്കാം, ആഹാരങ്ങൾ കൊടുക്കാം, ദക്ഷിണ കൊടുക്കാം, എന്തു വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ
ഇതെല്ലാം ചെയ്തതിന് ശേഷം അവസാനം ഉദ്വാഹനം, ഹൃദയത്തിൽ യഥാസ്ഥാനത്തിലേക്ക് എന്നെ വിസർജിക്കണം എന്ന് പറയുക. കാരണം എന്താ? ആ ഹൃദയത്തിൽ ആദ്യം ധ്യാനിച്ച് ആ ദേവീ സ്വരൂപത്തിനെ കണ്ട് ആ സ്വരൂപത്തിനെയാണ് നമ്മളെടുത്ത് പുറമേയുള്ള ശ്രീചക്രത്തിൽ, അതിപ്പോൾ പത്മത്തിൽ, ശ്രീചക്ര പത്മത്തിൽ, അഷ്ടദള പത്മത്തിൽ, അല്ലെങ്കിൽ വിളക്കിൽ, അല്ലെങ്കിൽ ഒരു ബിംബത്തിൽ, അല്ലെങ്കിൽ ഗ്രന്ഥത്തിൽ, ഇല്ലെങ്കിൽ കലശത്തിൽ, അങ്ങനെ പല വിധത്തിലുള്ള പൂജാവിധികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആത്മസ്വരൂപിയായിരിക്കുന്നതായിട്ടുള്ള ദേവനെ, ദേവിയെ തന്നെയാണ് നമ്മൾ ആവാഹനം ചെയ്ത് അതിൽ പ്രതിഷ്ഠിക്കുന്നത്. തിരിച്ചുദ്വാഹനം എങ്ങോട്ട്, എവിടെ നിന്നാണോ എടുത്തിരിക്കുന്നത് അവിടെ തന്നെ. അപ്പോൾ അതിൽ നിന്നും ഉദ്വാഹനം ചെയ്ത് നമ്മുടെ ഹൃദയാന്തർഭാഗത്തിലേക്ക് തന്നെ എവിടെ നിന്നാണോ ആവാഹിച്ചത് അവിടേക്ക് തന്നെ എത്തിച്ചേർക്കണം എന്ന് പറയാണ്. എല്ലാ പൂജകളും ഹൃല്ലോക മന്ത്രം കൊണ്ട് വേണം ചെയ്യാൻ എന്ന് അവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഹ്രീം എന്ന ഹൃല്ലേഖ മന്ത്രമാകുന്ന കണ്ണാടിയിൽ ഞാൻ എന്നും പ്രതിബിംബിക്കണു. അതുകൊണ്ട് ഹൃല്ലേഖം കൊണ്ട് ചെയ്യുന്നത് എന്തും സർവമന്ത്രങ്ങളും കൊണ്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അതാണ് പറഞ്ഞത്. നമ്മളുടെ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള പൂജ മാനസപൂജയാണ് എന്ന് ഇതിനു മുമ്പൊരിക്കലും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. അതാണ് ആ മാനസപൂജയാണ് നമ്മുടെ ഹൃദയാന്തർഭാഗത്തു നിന്നും. ഭഗവാനായാലും ഭഗവതിയായാലും ആത്മസ്വരൂപിണിയായിക്കൊണ്ട് വസിക്കുന്നത്, ആത്മസ്വരൂപനായി വസിക്കുന്നത് നമ്മുടെ ഹൃദയാന്തർഭാഗത്താണ്. ആ ഹൃദയാന്തർഭാഗത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല, അനുഭൂതി ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ പുറമേ അനുഭൂതി ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. ഉള്ളിൽ ഈ അനുഭൂതി എത്ര കാലം ഉണ്ടാവുന്നില്ലയോ അത്ര കാലം ഈ ബാഹ്യകരണ പൂജകൾ ചെയ്യണം. അപ്പോൾ ഈ ബാഹ്യകരണ പൂജകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം തന്നെ അന്തഃകരണത്തിൽ ആ ദേവനെ, ദേവിയെ നമുക്ക് ആ അനുഭൂതി ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ഗുരുവിൻ്റെ പൂജയാണ് അവിടെ പറയുന്നത്. ഉത്തമ വസ്ത്രങ്ങൾ, ഭൂഷണാദികൾ എല്ലാം കൊടുത്ത് ഗുരുവിനെ വന്ദിക്കണം, ഗുരുവിനെ പൂജിക്കണം. ഇങ്ങനെ ആരാണോ ഗുരുവിനെയും എന്നെയും പൂജിക്കുന്നത് അവർക്ക് ദുർലഭമായി ഒന്നും ഒരിക്കലും ഒരിടത്തും ഉണ്ടാവില്ല. ദേഹം പതിക്കുന്ന സമയത്ത് ഏതു പ്രകാരത്തിലും അങ്ങനെയുള്ള ഭക്തൻ എൻ്റെ മണിദ്വീപത്തിൽ എത്തിച്ചേരും, എൻ്റെ പാദകമലങ്ങളിൽ എത്തിച്ചേരും. മണിദ്വീപപുരിയിലാണ് വസിക്കുന്നത് ദേവി എന്നാണല്ലോ പ്രമാണം. അങ്ങനെയുള്ള ശ്രേഷ്ഠനായിട്ടുള്ള ഭക്തൻ തന്നെയാണ് എൻ്റെ സ്വരൂപം, ദേവി സ്വരൂപനാണ് എന്നറിയണം. അങ്ങനെയുള്ള ഭക്തനെ ദേവന്മാർ പോലും നിത്യം നമസ്കരിക്കും എന്നതാ അങ്ങ് ആഗ്രഹിച്ചത് പ്രകാരം ഞാനിതാ ആ മഹാദേവിയുടെ പൂജയെപ്പറ്റിയെല്ലാം അങ്ങക്ക് വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം ശരിയായി ആലോചിച്ച് വേണ്ട വിധത്തിൽ എന്നെ പൂജ ചെയ്യൂ. അങ്ങനെ പൂജ ചെയ്താൽ അങ്ങ് കൃതാർത്ഥനായിട്ട് തീരും. എൻ്റെ ഞാനീ പറഞ്ഞു തന്നതായിട്ടുള്ള ശാസ്ത്രങ്ങൾ യോഗ്യരായിട്ടുള്ള ശിഷ്യനല്ലാത്തവർക്ക് ഇതൊന്നും ഉപദേശിച്ചു കൊടുക്കരുത്. ഭക്തി ഇല്ലാത്തവനോ ദുർധടനോ ദുർബുദ്ധിയുള്ള